12 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചു. ആകാശാക്രമണങ്ങൾ ഇല്ലാത്ത രാത്രിയാണ് കടന്നുപോയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വിജയകരമായില്ല എന്ന US പ്രതിരോധ വിഭാഗത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളി. ഇറാനിലെ US ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ അപലപിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ രംഗത്തെത്തി. നാറ്റോയുടെ നിർണായക യോഗം ഇന്ന് നടക്കും. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, യുദ്ധത്തിന് എന്തായാലും താൽക്കാലിക വിരാമമായിരിക്കുന്നു. സമാധാനം പുലരുന്ന ഒരു ദിവസം വന്നിരിക്കുന്നു. പക്ഷേ തുടർ ചലനങ്ങൾ ഒരുപാടുണ്ട്. പെന്റഗന്റെ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളുകയാണ്. പല ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ കാര്യമായ അങ്ങനെ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ നാണക്കേട് അമേരിക്കയ്ക്കും പ്രത്യേകിച്ച് ട്രംപിനും ഉണ്ടാക്കില്ലേ? എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഈ സമാധാന ഉടമ്പടിക്ക് ശേഷം നടക്കുന്ന ചർച്ചകൾ? ശ്രീജ, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇസ്രായേലിനും അതുപോലെ അമേരിക്കയ്ക്കും ഇരു രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ജൂൺ 13 ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തങ്ങൾക്ക് ഭീഷണിയാണെന്നും അവിടെ അണുബോംബുകൾ നിർമ്മിക്കുന്നുവെന്നും അവർക്ക് ആഴ്ചകൾ കൊണ്ട് തന്നെ ഇത്തരത്തിൽ അണുബോംബുകൾ നിർമ്മിച്ച് തങ്ങളുടെ മേൽ പ്രഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ ന്യൂക്ലിയർ പദ്ധതികൾ അവിടെ നടപ്പിലാക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഏകപക്ഷീയമായ ഒരു ആക്രമണം ഇറാന് നേരെ നടത്തുന്നത്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം തന്നെ അമേരിക്കയും ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. നതാൻസ്, ഇസ്ഫഹാൻ, പിന്നെ ഫോർദോ, ഈ 3 ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർത്തു, വലിയ രീതിയിലുള്ള നാശനഷ്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഇനി അടുത്ത കുറേ കാലത്തേക്കെങ്കിലും അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായിരുന്നു അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ഫോർദോയിൽ, ഇറാന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആണവ കേന്ദ്രമാണ് ഫോർദോ, ഈ ഫോർദോയിൽ നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് ഇനിയും മുന്നോട്ട് അവരുടെ ആണവ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള നാശനഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത്. അതേസമയം തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇസ്രായേലിലെ മാധ്യമങ്ങളും ഇതേ കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടതുപോലെ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഇറാന്റെ ആണവ പ്രോജക്റ്റുമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ള റിപ്പോർട്ട് ഇസ്രായേലി മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഒരു രാജ്യത്തിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഡൊണാൾഡ് ട്രംപിനും ഒരുപോലെ ഇരു നേതാക്കളെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ നെതന്യാഹു രാജ്യത്തിനകത്ത് തന്നെ വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇറാനിലേക്ക് നെതന്യാഹു ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതും അതിനുശേഷം തനിക്ക് നേരെ വരുന്ന ആരോപണങ്ങളെല്ലാം വഴിതിരിച്ചു വിട്ടുകൊണ്ട് രാജ്യത്തിന്റെ ഫോക്കസ് അല്ലെങ്കിൽ ലോകത്തിന്റെ ഫോക്കസ് മുഴുവൻ ഇറാനിലേക്ക് എത്തിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇനിയൊരു ആക്രമണത്തിലേക്ക് പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ വീണ്ടും ഈ ആക്രമണത്തിൽ അവർ ഉദ്ദേശിച്ചതൊന്നും അല്ലെങ്കിൽ ഇവർ അവകാശപ്പെട്ടതൊന്നും നടന്നില്ല എന്നൊരു സാഹചര്യം നിലവിൽ വരുമ്പോൾ ഇനി കൂടുതൽ പ്രതിരോധത്തിലാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയം വരും മണിക്കൂറുകൾ ചർച്ചയാവുന്നതിനൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ അവർ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇറാനുമെതിരെ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് വളരെ സമാധാനമായി പ്രവർത്തിച്ചിരുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു പ്രകോപനങ്ങളുമില്ലാതെ കയറി ആക്രമിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് ബ്രിക്സ് രാജ്യങ്ങൾ പറയുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഇറാനും ഏറ്റവും ഒടുവിലായി ചേർന്നിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE ഈ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ബ്രിക്സ്. അപ്പോൾ ഇവരെല്ലാം ഒരേ സമയം തന്നെ ഇറാന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തെ വലിയ രീതിയിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇറാൻ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം, അതിനുശേഷം അമേരിക്ക വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നു. അതിൽ ഇസ്രായേലും ഇറാനും അത് അംഗീകരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അമേരിക്കയും ഇസ്രായേലുമാണ് പ്രതിരോധത്തിലായിരിക്കുന്നത് എന്നുള്ളതാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.
ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിലായി വന്നെങ്കിലും നിർണായകമായ മറ്റ് പല നീക്കങ്ങളും നടക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ അപലപിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഒപ്പം പെൻറ്റഗൺ നൽകിയ റിപ്പോർട്ട് വൈറ്റ് ഹൗസ് തള്ളുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിനിടയിലാണ് ഇറാനിലെ നേതൃത്വത്തെ മാറ്റുന്നത് തൻ്റെ ലക്ഷ്യമല്ല എന്നൊരു വെളിപ്പെടുത്തൽ കൂടി, അല്ലെങ്കിൽ എന്നൊരു പ്രസ്താവന കൂടി ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.